കണ്ണൂർ ഇരിട്ടിയിൽ മോഷണം വ്യാപകമാകുന്നു. 2 മൊബൈൽ കടകളിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും കവർന്നു. ഡിവൈഎഫ്ഐ നേതാവിന്റെ ബൈക്കും മോഷ്ടിച്ചു. ഇരിട്ടി മേലെ സ്റ്റാൻഡിലെ മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന എടക്കാനം സ്വദേശിയുടെ റിഗ്മി മൊബൈൽ ഷോപ്പ്, സമീപത്തെ ജിതിൻ ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള അമിഗോസ് മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. റിഗ്മി മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ കടയിലുണ്ടായിരുന്ന സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളും മേശവലിപ്പിലുണ്ടായിരുന്ന പണവുമാണ് കവർന്നത്. അമിഗോസ് മൊബൈൽ ഷോപ്പിലെ പണവും കവർന്നു. മോഷ്ടാവിനെ ഉടൻ കണ്ടെത്തണമെന്നും രാത്രികാലങ്ങളിൽ ടൗണിൽ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ഇന്ന് രാവിലെ കടയിലെ തൊഴിലാളികൾ വന്ന് കട തുറക്കുന്ന സമയത്ത് കടയുടെ പൂട്ട് എന്തോ വെച്ച് അടിച്ചു പൊളിച്ച് 2 പൂട്ടും അടിച്ചു പൊളിച്ച് കടക്കകത്ത് നിന്ന്, നമ്മളെ ഷോപ്പിനകത്ത് നിന്ന് ഏകദേശം 2000 രൂപയും അതുപോലെ തന്നെ 2 സെക്കൻഡ് ഹാൻഡ് ഫോണും കുറച്ച് ഡമ്മി ഫോണും അത് എത്രയാണെന്നുള്ളത് ഒരു 4-5 ഫോൺ ഡമ്മി ഫോണുകളുണ്ട്. അത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇരിട്ടി ടൗണിൽ ഇന്നലെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു കളവാണ്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ്ഐ ഇരിട്ടി മേഖലാ സെക്രട്ടറിയും അധ്യാപകനുമായ നിഖിലേഷിന്റെ ബൈക്കും മോഷണം പോയിട്ടുണ്ട്. മൊബൈൽ കടകളിലെ മോഷണത്തിനു ശേഷം ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.